ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ പർച്ചേസ് റേറ്റ് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സെയിൽസ് റേറ്റ് ചേഞ്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിറൈഡ് യൂണിറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് പർച്ചേസ് റേറ്റ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ മാസ്റ്ററിൽ വരാം. മാസ്റ്ററിൽ നമ്മൾ സ്റ്റോക്ക് പോവാം. ഇതിൽ നമുക്ക് എഡിറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ചേഞ്ച് പർച്ചേസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് പർച്ചേസ് റേറ്റ് മാറ്റിയതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് പർച്ചേസ് റേറ്റ് മാറ്റാനുള്ളത്. ഇനി നമുക്ക് സെയിൽസ് റേറ്റ് ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ അപ്ഡേറ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിൻ്റെ റേറ്റുകൾ ഇവിടുന്ന് തന്നെ മാറ്റാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ പ്രൊഡക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ഡേറ്റ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രൊഡക്ട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി വൈസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറി എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാറ്റഗറീൻ്റെ അണ്ടറിലുള്ള എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു സിംഗിൾ വിൻഡോയിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് റേറ്റുകളും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇനി നമുക്ക് വരുന്നത് എങ്ങനെയാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ഡിറൈഡ് യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഗെയിൻ നമ്മൾ ബാക്കിൽ വരാം. നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ മൊഡ്യൂളിൽ തന്നെ നമുക്ക് എഡിറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ പോയിട്ടുണ്ടെങ്കിൽ സെറ്റ് ഡിറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റിനുള്ള യൂണിറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി പുതിയതായിട്ടൊരു യൂണിറ്റും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂവിൽ പോവാം. യൂണിറ്റ് എന്താണോ അതൊന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റും കൂടി ഈ ഒരു പ്രൊഡക്റ്റിന് ആഡ് ആയിക്കോളും. ഇത്രയാണ് നമുക്ക് പർച്ചേസ് റേറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ സെയിൽസ് റേറ്റ് ചേഞ്ച് ചെയ്യുക, പിന്നെ ഡിറൈഡ് യൂണിറ്റ്സ് ആഡ് ചെയ്യുന്ന കേസിൽ വരുന്നത്.